ഇവിടെ താരം തോമസ് ആണ്. നമുക്ക് തോമസിനൊരു ബിഗ് സല്യൂട്ട് നൽകാം. ഇതാണ് തോമസ്. സാധാരണക്കാരനായ ഒരാൾ രണ്ടും കൽപ്പിച്ച് നെഞ്ചു വിരിച്ചു നിന്നാൽ വ്യക്തികൾക്കോ സർക്കാർ സ്ഥാപനങ്ങൾക്കോ എന്നല്ല, ഭരണം കൈയാളുന്ന മന്ത്രിമാർ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. ഒരു ദശാബ്ദത്തിലേറെയായി കുന്നംകുളം സർക്കാർ ആശുപത്രിയിലെ ഒരു കട്ടിൽ കൈവശം വെച്ച് അനുഭവിക്കുന്ന, വാർഡിനെ സ്വന്തം വീട് പോലെ ഉപയോഗിക്കുന്ന തോമസിനെ കുറിച്ചും ആളുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും എൻലൈറ്റ് ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. ആറുമാസം മുമ്പ് വിഷയം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർക്ക് നേരിട്ട് കാട്ടിക്കൊടുക്കുകയും ചെയ്തതാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതെന്നും റിപ്പോർട്ട് തേടി വേണ്ട നടപടി എടുക്കാമെന്നും 6 മാസങ്ങൾക്ക് മുൻപ് ആരോഗ്യമന്ത്രി പറഞ്ഞതുമാണ്. എന്നാൽ 6 മാസത്തിനിപ്പുറവും തോമസ് സർക്കാർ ആശുപത്രിയിൽ തൻ്റെ സ്വൈരവിഹാരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട് വീണ്ടും ആരോഗ്യമന്ത്രി ആശുപത്രി സന്ദർശിച്ച അവസരത്തിൽ മാധ്യമപ്രവർത്തകർ തോമസിന്റെ വിഷയത്തെക്കുറിച്ച് എന്തായി എന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴും വ്യക്തമായി ഒരു മറുപടി പറയാൻ ആരോഗ്യമന്ത്രിക്ക് ആയിട്ടില്ല. നമ്മുടെ ഒരു ബെഡ് കയ്യേറിയിട്ടുള്ളത് അല്ല, അത് ഞാൻ DHSനോട് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ വർഷമായിട്ട് അവിടെ കിടക്കുന്ന ആളാണ്. DHSനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാം കേട്ടോ. ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട വിധം ആരോഗ്യ പ്രശ്നങ്ങൾ തോമസിന് ഇല്ലെന്ന് തന്നെയാണ് അവിടെയുള്ള ഡോക്ടർമാരുടെ പക്ഷം. അസുഖബാധിതരായി സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന സാധാരണക്കാരനായ രോഗിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും ഇന്നും തോമസിനെ അനുവദിച്ചു കിട്ടുന്നത് എന്തുകൊണ്ട്? വിഷയം കണ്ടിട്ടും മനസ്സിലായിട്ടും തോമസിനെ മാറ്റാൻ വേണ്ട നടപടികൾ എടുക്കാത്തത് ആശുപത്രിക്ക് അല്ലെങ്കിൽ ആശുപത്രി ഉൾക്കൊള്ളുന്ന നഗരസഭയ്ക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ സാധിക്കാത്തതുകൊണ്ടോ? അതോ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളുണ്ടോ? എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.